നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യല് ഒരു ഗുഡ് ഹാബിറ്റ്, അതായത് നാളെ മുതൽ ഇങ്ങനെ ചെയ്യട്ടെ എന്നുള്ള ഹാബിറ്റ് തുടങ്ങുമ്പോഴാണ്. വലിയ എന്തെങ്കിലും നല്ല നല്ല ഹാബിറ്റ്സ് ഒന്ന് എഴുതി വെക്കും. രാവിലെ എണീക്കുക, ജിമ്മിന് പോവുക, അത് പോവാ ഇത് പോവാ എന്നുള്ള ഹാബിറ്റ്സ് എഴുതി വെക്കും. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങേണ്ടത് ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ് ക്വിറ്റ് ചെയ്തിട്ടാണ്. പുതിയത് വരുത്തുന്നതിന് മുമ്പ് ബാഡ് ആയിട്ടുള്ള സാധനം ഒഴിവാക്കലാണ്. കാരണം ഒരു ബക്കറ്റില് വെള്ളം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ്, ബക്കറ്റ് ഫുൾ ആക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അതിന് ലീക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ലീക്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കാം. എന്നിട്ട് മാത്രമല്ല ബക്കറ്റിൽ വെള്ളം ഫില്ല് ചെയ്യണത്. ഫുൾ ലീക്ക് ആണെങ്കിൽ വെള്ളം അതിലേ 3 വർഷത്തെ ഒരു കാര്യമില്ല. സോ ഈ എക്സാമ്പിൾ ആണ്. ഇപ്പോ വർക്ക്ഔട്ട് ചെയ്യുന്ന സാധനമാണെങ്കിൽ ഫസ്റ്റ് സാധനം എല്ലാ ദിവസവും ഷുഗർ കഴിക്കുന്നത് കുറച്ച് നിർത്ത്. അതൊക്കെ ഇപ്പൊ ഒരു ഇതാണ് ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ അത് നിർത്ത്. അത് നിർത്തി കൺട്രോൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബോഡിയിൽ ഒരു ചേഞ്ച്, ചെറിയൊരു ചേഞ്ച് ആകുമ്പോൾ യു വിൽ ബി മോട്ടിവേറ്റ്. ലൈക്ക് ഇത് കൊള്ളാൻ വർക്ക്ഔട്ട് ചെയ്യാം അല്ലെ, ഇതിലൊരു സാധനം കിട്ടും, ഒരു ചെറിയ മോട്ടിവേഷൻ കിട്ടും. ചെറിയ ചേഞ്ച് ആകുമ്പോഴും നിങ്ങൾ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോഴും. സോ ബക്കറ്റിലെ ലീക്ക് ഫസ്റ്റ് ഫിക്സ് ചെയ്യും, എന്നിട്ട് മതി വെള്ളം തുറക്കല്. സോ ഫസ്റ്റ് ബാഡ് ഹാബിറ്റ്സ് ക്വിറ്റ് ചെയ്യും, എന്നിട്ട് ഗുഡ് ഹാബിറ്റ്സ് ആഡ് ചെയ്യും.